Hi Cadets, Jay and welcome back to my channel. Cadets Indian Reserve Battalion General Duty vacancy out ആയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് 10ാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾ ഇന്ത്യ ലെവലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുന്നത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നാണ്. വേക്കൻസി ടോട്ടൽ ഔട്ട് ആയിരിക്കുന്നത് 984 ആണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഈ ഒരു വീഡിയോ ഫുൾ കാണുക. വീഡിയോ ഫുൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണോ അതോ വേണ്ടയോ എന്ന്. ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യത്തില്ല. ഫുൾ കാണുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ന്യൂ റിക്രൂട്ട്മെന്റ് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെ. ഇവിടെ പല പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ചില പോസ്റ്റിന്റെ വേക്കൻസി 18-22, പിന്നെ 18-32, 18-27 എന്ന രീതിയിലാണ്. വീഡിയോ ഫുൾ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. IRB എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ. കേട്ടോ കുട്ടികളെ, സിലബസ്, എക്സാം പാറ്റേൺ, അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് എവിടെ നിന്ന് ലഭിക്കും, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, 10ാം ക്ലാസ് പാസ്സായാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളിവിടെ കാണുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ആണ്. അഡ്വർടൈസ്മെന്റ് നമ്പർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒഫീഷ്യൽ നോട്ടീസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോക്കൂ. കോൺസ്റ്റബിൾ ബാൻഡ്, കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസർ ഫീമെയിൽ കേഡറ്റിന് വേണ്ടിയിട്ട്, കോൺസ്റ്റബിൾ സിവിൽ പോലീസ് മെയിൽ കേഡറ്റിന് വേണ്ടിയിട്ട്, ഫയർമാൻ, പിന്നെ സ്പെഷ്യൽ ടൈഗർ ഗാർഡ് എന്നീ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഫോം ഫില്ലിംഗ് ഡേറ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ കാണാം. നോക്കൂ കുട്ടികളെ, ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയത് മാർച്ച് 23-നാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 10 ആണ്. ഇതിന് മുന്നേ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. എക്സാം ഡേറ്റും ആൾറെഡി വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10th മെയിലാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ആകുന്നത് 25 മെയിലാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് എപ്പോഴാണ്, ഫിസിക്കൽ എപ്പോൾ സ്റ്റാർട്ട് ആകും, എക്സാം എപ്പോഴായിരിക്കും, എല്ലാ കാര്യങ്ങളും ഈ ഡേറ്റ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട സൈറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭിക്കും. ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഈ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ഫോം ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫോം ഫില്ല് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ്. 18-22 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18-32 വയസ്സുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, വേക്കൻസി എത്രയാണ് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നോക്കൂ കുട്ടികളെ, പോസ്റ്റ് ആണ് കോൺസ്റ്റബിൾ ബാൻഡ്. കോൺസ്റ്റബിൾ ബാൻഡ് ഫസ്റ്റ് പോസ്റ്റ്. ലെവൽ 3 പേയ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ APST എന്നും കാണാം, അതുപോലെ തന്നെ UR എന്നും കാണാം. പിന്നെ ടോട്ടൽ വേക്കൻസിയും കാണാം, എക്സ് സർവീസ്മാൻ്റെയും കാണാം. നോക്കൂ കുട്ടികളെ, ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 984 ആണ്. ഇവിടെ വേക്കൻസി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. APST എന്ന് പറഞ്ഞാൽ എന്താണ്? അരുണാചൽ പ്രദേശ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വേക്കൻസി മാറ്റി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് UR കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജനറൽ. ഇതിനകത്താണ് ബാക്കി സ്റ്റേറ്റിലുള്ള എല്ലാവരും വരുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പോൾ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വേക്കൻസി എവിടെയാണ് കിടക്കുന്നത്? ഈ URലാണ് കിടക്കുന്നത്. കാരണം ഈ ഒരു വേക്കൻസി, ഈ ടോട്ടൽ വേക്കൻസി ആർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്? APSTക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ലഭിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലൊന്നുമല്ല, അരുണാചൽ പ്രദേശിൽ പോയി നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടി വരും. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ ഒരു കാര്യം പറയാം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഫോം ഫില്ല് ചെയ്യാവുള്ളൂ. പിന്നെ അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. കാരണം ഫേക്കായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും നമ്മൾ ഒരു വീഡിയോയിൽ കൂടി പ്രൊമോട്ട് ചെയ്യാറില്ല. എല്ലാം ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. നെക്സ്റ്റ് പോസ്റ്റാണ് കോൺസ്റ്റബിൾ ബഗ്ലർ. നമുക്കിതിൻ്റെ വേക്കൻസി ഇല്ല. ഇവിടെ നിങ്ങൾക്ക് 0 എന്ന് കാണാം. നെക്സ്റ്റ് ആണ് കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ. ടോട്ടൽ വേക്കൻസി 236 ഉണ്ട്. പിന്നെ നമുക്ക് 51 ആണ്. കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഫീമെയിൽ, നിങ്ങൾക്ക് വേക്കൻസി കാണാം. കോൺസ്റ്റബിൾ സിവിൽ പോലീസ് മെയിൽ, നമ്മുടെ വേക്കൻസി 22. പിന്നെ ഫയർമാൻ 15, സ്പെഷ്യൽ ടൈഗർ 49. നമ്മുടെ ടോട്ടൽ വേക്കൻസി എത്രയാണ്? 197 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രേഡിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇത്രയും വേക്കൻസിയാണ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ
ജനറൽ ഡ്യൂട്ടി എന്നൊരു പോസ്റ്റിലേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കൂ കുട്ടികളെ. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. അതിനുശേഷം അതായത് ഇത് എക്സാം ആണ് സ്റ്റാർട്ടിങ്ങിൽ, അതിനുശേഷം PST ആണ്, അതിനുശേഷം PT ആണ്, പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, ഫൈനലി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സാം ആണ്. അപ്പോൾ എക്സാം പാറ്റേൺ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ടോട്ടൽ മാർക്ക് 200, ഡ്യൂറേഷൻ 2 hour ആണ്. ജനറൽ അവയർനെസ്സിൽ നിന്ന് ടോട്ടൽ 50 മാർക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എബിലിറ്റിയിൽ നിന്ന് 50 മാർക്സ്, അരിത്തമെറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് 50 മാർക്സ്, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനിൽ നിന്ന് 50 മാർക്ക്. ഇതേ രീതിയിലാണ് 200 മാർക്കിൻ്റെ സബ്ജക്റ്റ് അപ്ഡേറ്റ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുറച്ച് വൈഡായിട്ടുള്ള എക്സാം പാറ്റേൺ ആണ്. അപ്പോൾ അത്രയും നല്ലപോലെ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഓരോ ട്രേഡിൻ്റെയും PST എന്താണ്, അതേപോലെ തന്നെ ബാക്കി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ആണ് കോൺസ്റ്റബിൾ ബാൻഡ് റിസർവ്ഡ് ഫോർ മെയിൽ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായാൽ മതി. പക്ഷേ ബാൻഡിൽ നോളജ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ആണ് 165 സെൻറ്റിമീറ്റർ. APSTയിൽ പെടുന്ന കാറ്റഗറിക്ക് വേണ്ട ഹൈറ്റ് ആണ് 160 സെൻറ്റിമീറ്റർ. നമുക്കിത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ കോൺസ്റ്റബിൾ ബാൻഡ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. അവർക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് 100 മീറ്റർ 16 സെക്കൻഡ്, 1.5 കിലോമീറ്റർ 8 മിനിറ്റ്സ്, പിന്നെ ഹൈ ജംപ്, ലോങ് ജംപ്, ട്രേഡ് ടെസ്റ്റ്. ഇതെല്ലാം നോട്ട് ചെയ്യുക. ഏജ് ലിമിറ്റ് ഇത് തന്നെയാണ്, 18നും 22നും. നെക്സ്റ്റ് ആണ് കോൺസ്റ്റബിൾ ബഗ്ലർ. ഇതിന്റെ വേക്കൻസി നമുക്കില്ല, അപ്പോൾ നമ്മളിത് നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ആണ് അവരുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ആണ് കോൺസ്റ്റബിൾ IRBN, അതായത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, റിസർവ്ഡ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കൂ കുട്ടികൾ, 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഏതൊക്കെ ഇവന്റ് നോക്കാം. 100 മീറ്റർ 16 സെക്കൻഡ്, 1.5 കിലോമീറ്റർ 8 മിനിറ്റ്, ഹൈ ജംപ് ആൻഡ് ലോങ് ജംപ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഏജ് ലിമിറ്റ് ഇതാണ്. എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആണ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഫീമെയിൽ കേഡറ്റിന് വേണ്ടിയിട്ടുള്ളത്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ് 157 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഈവന്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 100 മീറ്റർ 19 സെക്കൻഡ്, 800 മീറ്റർ 5 മിനിറ്റ്സ്, ലോങ് ജംപ് ആൻഡ് ഹൈ ജംപ് 9 ഫീറ്റ് ആൻഡ് 19 സെൻറ്റിമീറ്റർ. ഏജ് ലിമിറ്റ് 18 മുതൽ 22 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയാണ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് മെയിൽ കേഡറ്റിന് വേണ്ടിയിട്ടുള്ളത്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. നമുക്ക് വേണ്ട ഹൈറ്റ് ആണ് 165 സെൻറ്റിമീറ്റർ. ഫിസിക്കൽ ഈവന്റ് കാര്യം പറയുകയാണെങ്കിൽ 100 മീറ്റർ 16 സെക്കൻഡ്സിനുള്ളിൽ ഓടിയെത്തണം. 1.5 കിലോമീറ്റർ 8 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. പിന്നെ ഹൈ ജംപ് ആൻഡ് ലോങ് ജംപ് ഈവന്റും ഇത്രയും ക്രോസ് ചെയ്തിരിക്കണം. ഏജ് ലിമിറ്റ് 18 മുതൽ 22 വയസ്സ് വരെയാണ്. നെക്സ്റ്റ് ആണ് ഫയർമാൻ, റിസർവ്ഡ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കാം. ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്ക് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഏജ് ലിമിറ്റ് കുട്ടികളെ ഇവിടെ 18ഉം 22ഉം അല്ല, 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ PT ഈവന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 100 മീറ്റർ റേസ് വിത്ത് എ ലോഡ് ഓഫ് 10 kg 1 മിനിറ്റ്, പിന്നെ 1.5 കിലോമീറ്റർ 8 മിനിറ്റ് 30 സെക്കൻഡ്, ക്ലൈംബിംഗ് റോപ്പ് ഉണ്ട് 8 ഫീറ്റ്, പിന്നെ ഹൈ ജംപ് ആൻഡ് ലോങ് ജംപ് ആണ് ഇവരുടെ ഫിസിക്കൽ ഈവന്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രേഡ് ആണ് സ്പെഷ്യൽ ടൈഗർ ഗാർഡ് അണ്ടർ STPF. നോക്കൂ, ഇവരുടെയാണ് 10 പാസ്സായിരിക്കണം. ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്ക് 161 സെന്റിമീറ്റർ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ 150 സെന്റിമീറ്റർ ആണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്ക് 25 കിലോമീറ്റർ ഇൻ 4 അവർ, ഫീമെയിൽ 14 കിലോമീറ്റർ ഇൻ 4 അവർ, പിന്നെ ഹൈ ജമ്പും ആൻഡ് ലോങ് ജമ്പും ഉണ്ട്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ ട്രേഡിന്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞു, ഹൈറ്റ് പറഞ്ഞു, പിന്നെ നമ്മുടെ വേക്കൻസി എത്രയാണെന്നും പറഞ്ഞു. കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റും ബാക്കി മിക്ക സ്റ്റേറ്റുകളും അരുണാചൽ പ്രദേശിനെ ഒഴിച്ച് ബാക്കി സ്റ്റേറ്റുകളെല്ലാം ഉൾപ്പെടുന്ന ജനറൽ കാറ്റഗറിയിലാണ്. അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫൈനലി ഇമ്പോർട്ടന്റ് അറിയേണ്ടതാണ് ഫീസ് എത്രയാണ് ആകുന്നതെന്ന്. നോൺ റിഫണ്ടബിൾ 200 റുപ്പീസ് ആണ് ഫീസ് ആകുന്നത്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ്, അതായത് നമുക്ക് വരുന്ന ഫീസാണ് 200 റുപ്പീസ്. APST കാറ്റഗറിയിൽ പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 150 രൂപയാണ് ഫീസ് ആകുന്നത്. ക്ലിയർ ആയല്ലോ? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ അൺ ഡിഫൻസ് അക്കാഡമിയിൽ SSBയുടെ ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് SSBയുടെ അണ്ടറിൽ വന്നിരിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫിസിക്കൽ ട്രെയിനിങ് ആൾറെഡി സ്റ്റാർട്ടിംഗ് ആണ്. കാരണം SSBയുടെ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ പാസ്സാൽ മാത്രമേ അടുത്ത ടെസ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ 2026 ആർമിയുടെ എല്ലാ ട്രേഡിൻ്റെയും
അതേപോലെ 2026 നേവിയുടെ എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്ക്കാണെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. വാട്സപ്പ് ചാനലാണ്, നമ്മളെല്ലാവരും എല്ലാ ദിവസവും വാട്സപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഫൈനലി കുട്ടികളെ 2 നമ്പർ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളും IRB GDയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പോസ്റ്റിലേക്ക് ഫോം ഫില്ല് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.